തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഒരിക്കലൊരു സഹോദരി എൻ്റെ അടുക്കൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ആൾ UK യിലാണ്. 3 വർഷത്തെ സ്റ്റഡി വിസയ്ക്ക് പോയിരിക്കുകയാണ്. അവിടെ ജോലി ചെയ്യുകയാണ്. ഇനി വിസയൊന്ന് പുതുക്കി കിട്ടണം, എന്നാലേ അവിടെ തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിസ പുതുക്കി കിട്ടുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അന്നേരം അമ്മളോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, വിസ പുതുക്കി കിട്ടാനല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറാനായിട്ട് പ്രാർത്ഥിക്കുക. മോള് തിരിച്ച് ഇന്ത്യയിൽ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. മോള് ഈശോയോട് പ്രാർത്ഥിക്കുക. കാരണം ദൈവം നമ്മൾ ചോദിക്കുന്നതിലും അധികമായിട്ട് തരാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരാളാണ്. വലിയ ഒരു സ്വർണ്ണ കൂമ്പാരത്തിൻ്റെ മുമ്പിൽ, സ്വർണ്ണ നാണയങ്ങളുടെ കൂമ്പാരത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ അത് മുഴുവൻ തരാനിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ചെന്നിട്ട് ഞാൻ 1 തരാമോ 2 തരാമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് നമ്മുടെ ചോദ്യങ്ങളൊക്കെ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തരാനായിട്ട് ദൈവം തയ്യാറാണ്. അതുകൊണ്ട് മോൾ പ്രാർത്ഥിക്കുക, ദൈവമേ നിൻ്റെ ഹിതം പോലെ സംഭവിക്കട്ടെ, അത് സംഭവിക്കുമ്പോൾ സ്വീകരിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ നമ്മളുടെ അമ്മയോടും പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. അതെയോ, എവിടെയാണ് ചെറുക്കൻ UK തന്നെയാണ്. അപ്പോൾ വിസയുടെ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ അച്ഛാ കല്യാണവും റെഡിയായി, അവളുടെ വിസയുടെ പ്രശ്നവും തീർന്നു. സ്നേഹമുള്ളവരെയും നമ്മൾ ചോദിക്കുന്നതിലും അധികമായിട്ട് തരാനിരിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ മറക്കരുത്. ദൈവഹിതം നിറവേറപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടുള്ളൊരവസരം നമുക്ക് കൊടുക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും എല്ലാം സഫലീകരിക്കാനായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ യാചിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് ദൈവഹിതം നിറവേറാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവഹിതം നിറവേറുക തന്നെ ചെയ്യും. നിറവേറുവാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കണമെന്ന് മാത്രം. അങ്ങനെ സംഭവിക്കുമ്പോൾ വലിയ നന്മയായിരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. നമുക്ക് എന്തു തന്നാലാണ് നല്ലത് ആയിരിക്കുക എന്ന് നമ്മുടെ പിതാവിനേക്കാൾ മറ്റാർക്കാണ് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ദൈവഹിതം ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥന അതായിരിക്കും, ദൈവമേ നിൻ്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അത് സംഭവിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.